വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവം മനോഹരമായി സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയ നമ്മളുടെ ശരീരം, ആ ശരീരം കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നതായ നമ്മുടെ ശരീരത്തിൽ നിന്നും ആ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ എന്തു ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ എപ്രകാരമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, എപ്രകാരമാണ് ജീവിക്കേണ്ടത്? നമ്മൾ വേദപുസ്തകത്തിൽ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് അർപ്പിക്കുന്ന ആരാധനയായി തീരട്ടെ. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പരമപ്രധാനമായി നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. 1 ദൈവത്തെ ആരാധിക്കുക, 2 ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു സംശയം തോന്നാം, ആരാധനയും മഹത്വവും എല്ലാം ഒന്ന് തന്നെയല്ലേ എന്ന് നമുക്കൊരു പക്ഷെങ്കിൽ ചിന്ത വന്നേക്കാം. ഈ ആരാധന എന്നുള്ളതായ വിഷയം ഇന്ന് അനേകർക്ക് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അറിയാതെയാണ് ആരാധന എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് പലരുടെയും ഒരു ചിന്ത, ഞായറാഴ്ച രാവിലെ 2.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂറോ 3 മണിക്കൂറോ പള്ളിയിൽ ചെന്ന് അവിടെ പാടുന്ന പാട്ടും അവിടെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മാത്രമാണ് ആരാധന എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. അതാണ് ആരാധന. അവിടെ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ കുറേ ശബ്ദത്തിൽ പാടുന്നതുമൊക്കെ ആത്മനിറവിലുള്ള ആരാധനയാണെന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. എന്നാൽ ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ആരാധന. അല്ലെങ്കിൽ 365 ദിവസവും, അല്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണമാണ് ആരാധന. അതെങ്ങനെയാണ്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നതാണ് ആരാധന. സമർപ്പണമാണ് ആരാധന. വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ആരാധന. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതാണ് ആരാധന. അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്നതും പാട്ട് പാടുന്നതും ബാക്കി എല്ലാ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം ആരാധനയുടെ ഭാഗം മാത്രമാണ്. ഒരാരാധന പൂർണ്ണമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ ജീവനോടും വിശുദ്ധിയോടും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം പോലെ അർപ്പിക്കുക. ഈ യാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തിനായിരുന്നു ഈ യാഗങ്ങളൊക്കെ? നമ്മൾ ലേവ്യ യാഗങ്ങളിലൊക്കെ കാണുമ്പോൾ കാണുന്നുണ്ട്, അവിടെയുള്ളതായ ഭോജനയാഗവും ഹോമയാഗവുമൊക്കെ ദൈവത്തിന് അതിൽ നിന്നും സൗരഭ്യം പുറപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും ഒരു ഹോമയാഗമായി, ഒരു ഭോജനയാഗമായിട്ടൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ് ആരാധന. അതിൽ 2 നമ്മൾ കാണുന്നുണ്ട്, ഹോമയാഗത്തിൻ്റെ യാഗവസ്തു ഊനമില്ലാത്തതും വിശുദ്ധവും ആയിരിക്കണമെന്ന് കാണുന്നുണ്ട്. ഭോജനയാഗത്തിൻ്റെ അടിസ്ഥാന വസ്തുവായ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളതായ
മാവ് അത് നേരിയതായിരിക്കണം, തരി അല്പം പോലും ഇല്ലാത്ത നേരിയ മാവായിരിക്കണമെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ ഒരു വിശുദ്ധിയോടെ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു അർപ്പണമാണ് ആരാധന. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തെ ആരാധിക്കുവാനുള്ളതാണ്. രണ്ടാമതായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എങ്ങനെയാണ്? ആരാധിക്കുന്നവന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ വിശുദ്ധിയോടെ ജീവിതത്തെ, ശരീരത്തെ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ മാത്രമേ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്താണ് മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം? കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, ജീവനോട് വിശുദ്ധിയോടെ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മളിൽ കാണുവാനായിട്ട് ഇടയായി തീരണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന ഒരു വാക്ക് നമ്മൾ പറയും. എങ്ങനെ? എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുവാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. ഒന്ന് ആരാധന, രണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പഠിക്കുന്നതായ പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 4 ചെറുപ്പക്കാരുടെ ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തെ അവരുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായി ആരാധിക്കുവാൻ കഴിയുന്നവന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെ ദാനിയേലും ശദ്രക്കും മേശക്ക് അബേദ്നേഗോ ഈ 4 ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ശരീരം കൊണ്ട് എങ്ങനെയാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം. ഒന്ന്, ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ സമയത്ത് ഈ 3 ചെറുപ്പക്കാരെ, അതായത് ശദ്രക്ക്, മേശക്ക്, അബേദ്നേഗോവിനെ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നത് കാരണം അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയുകയാണ്. ആ തീച്ചൂളയിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവിന് ഇവരുടെ ദൈവത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അവസാനം നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ് എങ്ങനെയാണ് ഈ ദൈവനാമം മഹത്വപ്പെട്ടതെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 22-21, ശദ്രക്ക്, മേശക്ക്, അബേദ്നേഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, 4-ാമത്തവൻ്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നെബൂഖദ്നേസർ രാജാവ് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരായ വിശുദ്ധരായ ഈ 3 ചെറുപ്പക്കാരുടേതായ ജീവിതം, അവരുടെ ശരീരം എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടിട്ട് ആ ശരീരത്തിനൊരു കേടും വരാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് കണ്ടത് ആരെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടെ കാണുകയാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, അതിനുശേഷം ഇവരെ പുറത്തു കൊണ്ടുവന്ന് നെബൂഖദ്നേസർ രാജാവ് എരിയുന്ന തീച്ചൂളയുടെ വാതുക്കൽ അടുത്ത് ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നേഗോവേ പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും, മേശക്കും, അബേദ്നേഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ തീയുടെ മണം പോലും തട്ടാതെ ഇരുന്നത് കണ്ടു. അവർക്കൊരു ദോഷവും, ആ ശരീരത്തിന് ഒരു ദോഷവും ഭവിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചെന്ന്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നേഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെയല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. അവിടെയും തീർന്നില്ല. ഈ വിധത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്
ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ 3 ചെറുപ്പക്കാർ. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഇത് തന്നെയാണ്. ദാര്യാവേശ് രാജാവ് വന്നിട്ട് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിയപ്പെട്ടതായ ദാനിയേലിനെ സിംഹങ്ങളൊന്നും ചെയ്യാതെ ഒരു ദോഷവും ഭവിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ തുറന്നുള്ളതായ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ദാര്യാവേശ് രാജാവ് വന്ന് ദാവീദിനോട് ചോദിക്കുകയാണ്, നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്കൊരു കേടും വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, അവയുടെ വായ അടച്ചു കളഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ ദാര്യാവേശ് രാജാവ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ 4 പേരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടെ കാണുകയാണ്. 2 രാജാക്കന്മാർ, നെബൂഖദ്നേസർ രാജാവും ദാര്യാവേശ് രാജാവും ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ എങ്ങനെയാണ് കണ്ടതെന്നറിയാമോ? ഈ 4 ചെറുപ്പക്കാരുടെ വിശുദ്ധ ജീവിതത്തിൽ അവരുടെ ശരീരം കൊണ്ടാണ് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തിയത്. കാരണം അവരുടെ ശരീരത്തിനൊരു കേടും വരാതെ അവർ ആ മഹത്വത്തെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നതായ ദൈവിക മഹത്വത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇനിയും എങ്ങനെയാണ് ഇവർക്ക് തങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞതെന്നറിയാമോ? അതാണ്ട് 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയമുള്ളവരെ, ജീവിത വിശുദ്ധിയാണ് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതായ ഒരനുഭവം, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ശരീരം, വിശുദ്ധിയോടെ സമർപ്പിക്കപ്പെട്ട ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഇവരുടെ ശരീരത്തിനൊരു കേടും വരാതിരിക്കുമ്പോൾ ഒരുപക്ഷേ ഈ രാജാക്കന്മാർ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടു. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇവർ ദാനിയേലിനെ സിംഹം കടിച്ചു കീർത്തിന്നാലും അല്ലെങ്കിൽ ശദ്രക്ക് മേശയ്ക്ക് അബേദ്നെഗോ തീയിൽ വെന്തുപോയാലും ഒരുപക്ഷെ വിശ്വാസത്തിൽ നമ്മൾ പറയും അവർ നിത്യതയിൽ ചേർക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ രാജാക്കന്മാർ കാണത്തില്ല. പക്ഷേ അവർ ജീവനോടെ വിശുദ്ധ ശരീരം കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവം നമുക്ക് തന്ന ഈ മനോഹരമായ ശരീരം കൊണ്ട് നമ്മൾ എന്താണ് ഈ ദിവസങ്ങൾ ചെയ്യുന്നത്? ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി പലതും വെട്ടിപ്പിടിക്കുവാനുമായിട്ടൊക്കെ നമ്മൾ ഓടുകയാണ്. പലയിടത്തും ക്രിസ്തീയ വിശ്വാസത്തെയൊക്കെ നമ്മൾ ത്യജിക്കുകയാണ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ദൈവം ഇവിടെ പറയുന്നു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവീൻ, ആരാധിക്കുന്ന ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെയും നിങ്ങളെയും കാണുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഈ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ഈ ദിവസങ്ങൾ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? അതോ ഞായറാഴ്ച 2-3 മണിക്കൂർ പള്ളിയിൽ പോയിട്ട് അവിടെ നമ്മൾ ദൈവത്തെ പാടുന്നു, സ്തുതിക്കുന്നു, മടങ്ങി വരുന്നു? പിന്നീടുള്ളതായ 6 ദിവസങ്ങൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? വിശുദ്ധിയുടെ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? നമ്മൾ ശോധന ചെയ്യണം. അങ്ങനെ ഒരു വിശുദ്ധിയോടെ ജീവിതം നയിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ. ആ ശരീരം കൊണ്ട് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നവർക്ക് അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ജീവിത വിശുദ്ധി കൊണ്ട്, അവരുടെ ശരീരം കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങൾ നമുക്കും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കാം.
അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മറ്റുള്ളവർ നമ്മുടെ ജീവിത ശൈലി കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടേതായ ഈ ഭൗതിക ശരീരങ്ങളിലൂടെ കാണുവാനും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാനും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുന്ന് മനോഹരമായി തന്ന ഞങ്ങളുടെ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു അർപ്പണമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധിയോടെ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നതായ എല്ലായ്പ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുന്നതായ ഒരു അനുഭവത്തെ തരണമേ. അതോടൊപ്പം തന്നെ കർത്താവ്, ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ച് ഞങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാണുന്നവർ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും ഞങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഏതു മേഖലകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെപ്പറ്റി ഉത്തമമായ ആ ചിന്തകളും ബോധ്യവും ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.